എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം ഇപ്പം 10:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര ടയേർഡായിപ്പോയി. നിങ്ങൾക്കറിയാമായിരിക്കും അനിയത്തിൻ്റെ വാവ വന്നിട്ടല്ലത്, ബേബി ബോയ് ആണ്. അപ്പം നമ്മൾ ഹാപ്പിയാണ്, കാരണം വാവ വന്നിട്ട് ആകെക്കൂടെ ഒരു ഒച്ചയും ബഹളമൊക്കെയാണ്. അപ്പോൾ നൈറ്റ് തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. നൈറ്റ് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വാവ ഒരേ കരച്ചിലാണ്. അപ്പോൾ വാവേനെ എടുക്കലും അവൾക്ക് സിസേറിയൻ ആയതുകൊണ്ട് പാലൊഴിപ്പിക്കലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉറക്ക ക്ഷീണമുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ വാവേനൊക്കെ പിന്നെ ഒരു വീട്ടിൽ നല്ല വൃത്തിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക വീഡിയോസിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പം ഞാൻ കുറച്ച് ബിസിയായി പോയി. നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു, സിസ്റ്ററിൻ്റെ കുഞ്ഞാവ വന്നിട്ടുണ്ടായിരുന്നു. 24-നായിരുന്നു ഡെലിവറി. അപ്പോൾ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയായിരിക്കും നിങ്ങൾക്ക്. കാരണം അവളെയും ടേക്ക് കെയർ ചെയ്യണം, വാവേനെയും നോക്കണം, അല്ല എല്ലാവരും കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അവൾക്ക് പെയിനൊക്കെ ഉള്ളത് കൊണ്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അവളെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്ത് പോകുന്നതിനിടയിൽ തന്നെ കുറച്ച് ഡേ കഴിഞ്ഞാലും എനിക്ക് ഫീവർ വന്നു, നല്ല പനിയുണ്ടായിരുന്നു. അപ്പോൾ പനി ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്. പനിയുള്ളതുകൊണ്ട് മോൻ്റെ അടുത്തും അതുപോലെ തന്നെ അവളുടെ അടുത്തൊന്നും നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത്. ഇനി വീഡിയോസൊക്കെ ഇടാൻ പതിയെ തുടങ്ങണം. അവൾക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിലായിപ്പോയി, പനിയായി. അപ്പോൾ പനി നല്ലോണം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിട്ടിട്ട് വന്നു, വീട്ടിലേക്ക് വന്നു. പിറ്റേ ഡേ ആകുമ്പോൾക്ക് ലൂസ് മോഷൻ അതുപോലെ തന്നെ വയറുവേദനയൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെയായിരുന്നു കുറേ ദിവസങ്ങൾ. അപ്പോൾ അവിടെ കാണിച്ചിട്ട് തന്നെ പോയിട്ട് വീണ്ടും നെക്സ്റ്റ് ഡേ വീണ്ടും പോയി ട്രിപ്പിട്ടു. ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചലിനിടക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വൈകുന്നത്, വീഡിയോ കാണാത്തത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത വ്യൂവേഴ്സൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മളൊക്കെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു, എന്നിട്ട് വീഡിയോസൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഈ ഒരു തിരക്കിനിടക്ക് വിട്ടുപോയി, അതുപോലെ തന്നെ ബോഡി ടയേർഡായിപ്പോയി. എല്ലാം കൊണ്ടും വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാത്തത്. എത്രയും പെട്ടെന്ന് വേഗം തന്നെ ഓക്കെ ആയിട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ കുഞ്ഞാവിനെ കാണാൻ നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും എന്നറിയാം. കുഞ്ഞാവിനൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് കേട്ടോ ഇന്ന് വന്നത്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇപ്പോൾ പനിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ അയച്ചു തരാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ബൈ, സീ യു, ലവ് യു ഓൾ.